എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് ഏരിയ ചെക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ മുമ്പൊരു മെഡിക്കലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോയും കണ്ടിരിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫീമെയിൽസിൻ്റെ പ്രൈവറ്റ് ഏരിയ ചെക്കിങ്ങിനെ കുറിച്ചൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അത് ഫീമെയിൽസാണ് കാണേണ്ടത്, അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഇത് ബോയ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ചെക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേർ അൺഫിറ്റ് ആവുന്ന, കൂടുതൽ പേർ ഡിസ്ക്വാളിഫൈ ആവുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ഗൗരവമായി തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ മെഡിക്കലിന് സെലക്ഷൻ കിട്ടി, അഥവാ നിങ്ങൾക്ക് നാളെ മെഡിക്കൽ ടെസ്റ്റ് ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഭാഗം, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആ ഭാഗം മുഴുവനായി ക്ലീൻ ആക്കുക. രോമങ്ങളൊക്കെ മാറ്റി മുഴുവനായി ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി പോകുവാൻ ശ്രദ്ധിക്കുക. പിന്നെ പലർക്കും പറ്റുന്നൊരു തെറ്റാണ്, ഒരു ചിരിയിൽ അവസരങ്ങളെല്ലാം പാഴാക്കി കളയുന്ന ചിലവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ നിർത്തുമ്പോൾ, അഥവാ പ്രൈവറ്റ് ഏരിയ ചെക്ക് ചെയ്യാൻ നിർത്തുമ്പോൾ നമ്മൾ ഫുള്ള് തുണിയൊന്നും ഇല്ലാതെയാണ് നിൽക്കുക. അപ്പോൾ ചിരി വരാതെ നോക്കുക, മാക്സിമം ചിരി വരാതെ നോക്കുക. ചിരി വന്നാൽ അവർ അവിടെ നിന്ന് അടിക്കും, പല കാര്യങ്ങളും ചെയ്യും, വഴക്ക് പറയും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മെഡിക്കൽ റിജക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ആദ്യം തന്നെ വരുന്നത് വെരിക്കോസ്ലി, അഥവാ കാലിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വെരിക്കോസ് വൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാകുക. ഇത് കാണപ്പെടുന്നത് നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ അടിയിലായി വൃഷണമണിയില്ലേ, വൃഷണമണിയുടെ കവർ ചെയ്തിട്ടുള്ള ആ കവറിൻ്റെ പുറത്തായി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ വൃഷണമണിക്ക് ചുറ്റും കുറേ ഞരമ്പുകൾ ഇങ്ങനെ നീല കളറിലൊക്കെ എടുത്ത് പിടിച്ച പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്. കാരണം അത് അൺഫിറ്റ് അടിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ചിലവർക്ക് പല ലക്ഷണങ്ങളുണ്ട്. ചിലവർക്ക് വരുന്നത് നാഭി ഭാഗത്ത്, അഥവാ അടിഭാഗത്ത്, വയറിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ട് വൻ രീതിയിൽ വേദന അനുഭവപ്പെടും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, എപ്പോഴെങ്കിലും വരുന്നൊരു വേദനയല്ലേ ഇത്. ഒന്നിക്കൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ടും നിങ്ങളുടെ നാഭി ഭാഗത്ത്, അഥവാ പീനസിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളൊരു ഭാഗത്ത് ഭയങ്കരമായ രീതിയിലൊരു വേദനയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും ഇങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് തേടുകയാണെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് തേടുകയാണെങ്കിൽ, സർജറി നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന് 12 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. സർജറി ചെയ്തതിന് ശേഷം 12 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ, അഥവാ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിലുള്ള സർജറികളുണ്ട്, മൈനർ സർജറിയുമുണ്ട്, മേജർ സർജറിയുമുണ്ട്. അപ്പോൾ മൈനർ സർജറിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ 1 മാസത്തിന് ശേഷം പോകാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേജർ സർജറിക്കാണ് 6 മുതൽ 12 മാസം വരെയൊക്കെ കാലാവധി പറഞ്ഞിട്ടുള്ളത്, അഥവാ ഗ്യാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ നിങ്ങളുടെ പീനസിൻ്റെ അടിയിലുള്ള വൃഷണമണിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കലങ്ങി വെള്ളമായി പോയിട്ടുണ്ടാവും. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അവിടം തൊട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അവിടെ ഇപ്പോൾ 2 എണ്ണം ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കലങ്ങി വെള്ളമായോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ മെഡിക്കലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട് ലിങ്ക്. പിന്നെ നോക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പൈൽസ് ഉണ്ടോ എന്നാണ്. പൈൽസ് ഉണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പൈൽസ് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവരെ റീമെഡിക്കൽ ഒന്നും അടിക്കില്ല, ഒറ്റയടിക്ക് പുറത്താക്കാറാണ് പതിവുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതൊക്കെ വളരെ എളുപ്പം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ എല്ലാവരും ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് വരുന്നുണ്ടാവും, ചിലവരൊക്കെ തുടർന്ന് വരുന്നുണ്ടാവും, ഉള്ളവരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വരിക. പിന്നെ ഒരു കാരണം വെച്ചാൽ മെഡിക്കൽ ചെക്കപ്പ് ടൈമിൽ, അഥവാ പ്രൈവറ്റ് ഏരിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിരിക്കാനോ ഒന്ന് കുലുങ്ങിക്കളിക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കണ്ട. നല്ല സ്റ്റഡിയായി സാധാരണ എങ്ങനെയാണോ ഒരു സോൾജർ നിൽക്കുന്ന രീതിയിൽ തന്നെ ഫുള്ള് ഒരു ഷാർപ്പായിട്ട് തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു രീതിയിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഇത്ര പേരെ, അഥവാ 10-20 പേരെ ഒരുമിച്ച് കയറ്റി ഡ്രസ്സില്ലാതെ നിൽക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി തീരും. പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ ഇണങ്ങിച്ചേരും. കാരണം അവിടെ നിന്ന് അടികൊള്ളുമെന്ന് നമുക്ക് 100% ഉറപ്പായിരിക്കും. നമ്മൾ അവരുടെ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചിരിക്കാനോ കുലുങ്ങിക്കളിക്കാനോ അഥവാ നാണം കളിക്കാനോ ഒന്നും നമ്മൾ നിൽക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഭാഗത്ത് ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. വരും വീഡിയോ ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല ഫ്രണ്ട്സ്, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു Q&A വീഡിയോ എന്താണ് ഇടാത്തതെന്ന്. സാധാരണ നമ്മൾ ഞായറാഴ്ചകളിൽ Q&A വീഡിയോ ഇടാറുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ആയിട്ട് Q&A വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് Q&A വീഡിയോ നോക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സംശയം തന്നെ പലർക്കും ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ സംശയം തീർത്തുമ്പോൾ പലരുടെയും സംശയം തീർന്നു കിട്ടും. Q&A വീഡിയോ കൊണ്ട് അങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് Q&A വീഡിയോ നോക്കാവുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലും അവതരിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.